മുകളിൽ നിങ്ങൾ കാണുന്ന യെല്ലോ ബുക്ക് മലയാളം ഷോർട്ട് ആൻഡ് ചുരുക്കെഴുത്ത് ബുക്കാണ്. ഇതിൽ സ്പീഡ് പുസ്തകമാണ്. ഇതിൽ ഔട്ട്ലൈൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതി പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഇപ്പോൾ മെയ് മാസം പരീക്ഷ വരണമുണ്ട്. ഈ ബുക്ക് മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പർ എഴുതുവാൻ റെഫർ ചെയ്യുവാൻ വളരെ സൗകര്യമായിരിക്കുന്നതാണ്. പുസ്തകം ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ പുസ്തകം അയച്ചു തരുന്നതാണ്. ഓക്കെ. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ച് ഒരു സംസ്ഥാനമാണ് കേരളം. ജനസംഖ്യയുടെയും സ്കൂളുകളുടെയും എണ്ണം താരതമ്യപ്പെടുത്തുമ്പോൾ കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ കൈവരിച്ചിട്ടുള്ളതെന്നും കാണാം. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഓരോ വില്ലേജിലും ഒരു സ്കൂൾ എന്ന ലക്ഷ്യം ഇനിയും കൈവരിക്കാൻ ആയിട്ടില്ല. എന്നാൽ കേരളം അത് വളരെ മുമ്പേ തന്നെ കൈവരിച്ചു കഴിഞ്ഞു. മറ്റു പലയിടങ്ങളിലും പഠിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടേതിനേക്കാൾ കുറവാണ്. എന്നാൽ കേരളത്തിൽ അത് തുല്യ അനുപാതത്തിലാണ്. ഇവിടെ പ്രൈമറി ക്ലാസ്സിലെത്താത്ത ഒരു കുട്ടിയും ഇല്ലെന്ന് തന്നെ പറയാം. ഇടയ്ക്ക് പഠനം നിർത്തുന്നവരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളം തന്നെ. ഇതെല്ലാം കാണിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ കേരളം വിജയം വരിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നാൽ എണ്ണത്തിൻ്റെ കാര്യത്തിലുള്ള ഈ നേട്ടം ഗുണപരമായ കാര്യത്തിലും സ്വായത്തമാക്കിയിട്ടുണ്ടോ എന്ന് അതിൽ സംശയമുണ്ട്. IAS തുടങ്ങിയ അഖിലേന്ത്യാ മത്സര പരീക്ഷകളുടെ കാര്യം നോക്കുക. അതിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിജയിച്ചു വരുന്നത് അപൂർവമായി മാത്രമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ആധുനിക പഠന മേഖലകളിലും ഉള്ള കേരളത്തിലെ പ്രാതിനിധ്യവും കുറവാണ്. ഇതിന് സാധാരണയായി നാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് പഴിചാരുക. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം സമകാലികം ആകണം എങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ പരിഷ്കാരങ്ങൾ ഉണ്ടായി തുടങ്ങേണ്ടതുണ്ട് എന്നതാണ് വാസ്തവം. ഇത് നമ്മളിൽ പലരും അത്ര കാര്യമായി പരിഗണിക്കാറില്ല. പ്രാഥമിക വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ മാനസിക വികാസത്തിനും ഗ്രഹണശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുകയും സ്കൂൾ വിദ്യാഭ്യാസം അവന് എല്ലാ വിജ്ഞാനത്തെക്കുറിച്ചും പൊതുധാരണ നൽകുകയും ആണ് ചെയ്യേണ്ടത്. എന്നാൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ LKG UKGകളിൽ അവനെ തളച്ചിട്ട് കാണാപ്പാഠം പഠിപ്പിച്ച് അവൻ്റെ സഹജ വാസനകളെ തളച്ചിടുന്ന സമ്പ്രദായമാണ് നാം ഇന്ന് അനുവർത്തിച്ച് വരുന്നത്. പ്രൈമറി സ്കൂളിലെ പുസ്തകങ്ങൾ അവന് താങ്ങാവുന്നതിൽ അധികം കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അത് പഠിപ്പിക്കുന്നത് ആകട്ടെ ക്ലാസ് മുറികളിൽ അടച്ചിടും. ക്ലാസ് എന്നാൽ നമുക്ക് സൈലൻസ് പ്ലീസ് എന്നാണ്. ചിരിക്കാൻ, കളിക്കാൻ, പാടാൻ, അതിലൂടെ ഓരോന്നോരോന്നായി പഠിക്കാൻ വെമ്പുന്ന കുട്ടികളെയാണ് നാം ഈ സൈലൻസ് പ്ലീസ് കൊണ്ടും വടി കൊണ്ടും പരീക്ഷ കൊണ്ടും ഗ്രേഡ് കൊണ്ടും ബന്ധിക്കുന്നത്. ഇത് അവനെ ഉരുവിട്ട് പഠിച്ചത് തിരിച്ച് പകർത്തി വയ്ക്കുന്ന ഒരു യന്ത്രമാക്കി തീർക്കുകയേ ഉള്ളൂ. ചിന്തിക്കുന്ന, പ്രകൃതി സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന, മാനസിക വിക്ഷോഭം അനുഭവിക്കാത്ത ഒരു നല്ല പൗരനാക്കി തീർക്കുവാൻ ഒട്ടും തന്നെ പര്യാപ്തമല്ല. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം സമൂലമായ അഴിച്ചുപണി ആവശ്യപ്പെടുന്നു. 1996 മുതൽ കേരളം നവീനമായ ഒരു പഠന സമ്പ്രദായം ആവിഷ്കരിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. DPEP എന്നും സർവശിക്ഷാ അഭിയാൻ പദ്ധതി എന്നും പുതിയ പാഠ്യ
പദ്ധതി എന്നും പേരിട്ട് വിളിക്കുന്ന ഈ നൂതന പാഠ്യപദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ട് 13 വർഷം കഴിഞ്ഞു. കേരളത്തിൻ്റെ പുരോഗതിയിൽ ക്രിയാത്മകമായ പരിവർത്തനം കൈവരിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നൂതനവും കാലികവുമായ പരിഷ്കാരങ്ങൾ വരണം. ഇന്നലത്തെ തലമുറ പ്രയത്നിച്ച് വിജയിച്ച ഒന്നിൽ തന്നെ അടുത്ത തലമുറയും വിജയിക്കുന്നതിൽ അർത്ഥമില്ല. തെളിച്ചിട്ട വഴിയെ നടക്കാൻ സാഹസികവും ധൈര്യവും വേണ്ട. വെറുതെ അങ്ങ് നടന്നാൽ മതി. നൂതന വഴി തെളിക്കുമ്പോഴാണ് അനുഭവജ്ഞാനവും സാഹസികതയും വേണ്ടത്. അനസ്യൂതം പുരോഗതിയിലേക്ക് കുതിക്കുന്ന കേരളത്തിന് വേണ്ടത് പ്രക്രിയാബന്ധിതമായ ഒരു പാഠ്യപദ്ധതിയാണ്.